സഞ്ചരിക്കുന്ന ജ്യോതിഷനാണ്. നാമം അല്ലെങ്കിൽ പേര് MK പങ്കജാക്ഷൻ ചന്ദ്രൻ. എൻ്റെ തറവാട് ഞാനിരിക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. പാരമ്പര്യമായി ഈ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണ് ഞങ്ങൾ. എൻ്റെ പിതൃക്കളും ചെറിയ ചെമ്മനും ഒക്കെ ഈ തൊഴിലാണ്. ഇപ്പോൾ ഞാനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞാൻ ഈ തൊഴിൽ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് 10-15 വർഷത്തിൽ ഏറെയായി. ഞാൻ ഇരിക്കുന്ന സ്ഥലം മത്തല്ലൂർ ദേവീക്ഷേത്രത്തിന് സമീപമാണ്. NSSൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിലാണ്. സജ്ജനങ്ങളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കർക്കിടക മാസത്തിലുള്ള വാവുബലിയെ, അപ്പോൾ കർക്കിടക മാസത്തിലെ വാവുബലിക്ക് എന്താണ് ഈ പ്രാധാന്യം എന്ന് നമ്മൾ ചിന്തിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം ഉത്തരായനം ദക്ഷിണായനം എന്ന് 2 കാലഘട്ടമായി തിരിച്ചിരിക്കുക. അതിൽ ദക്ഷിണായന കാലം കർക്കിടകം തൊട്ട് ധനു വരെയും, ഉത്തരായന കാലം മകരം തൊട്ട് മിഥുനം വരെ. അപ്പം ദക്ഷിണായന കാലത്തിലാണ് പിതൃകാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഉത്തരായന കാലത്തിൽ ക്ഷേത്രകാര്യങ്ങൾ, അതായത് പ്രതിഷ്ഠ, മറ്റു കാര്യങ്ങളൊക്കെ ഉത്തരായന കാലത്തിൽ ചെയ്യും. അപ്പോൾ ഈ ദക്ഷിണായന കാലത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം. കർക്കിടകം തൊട്ടാണ് തുടങ്ങുന്നത്. അതൊരു പ്രാധാന്യം. 2, രാമായണ മാസമാണ് കർക്കിടകം, അതായത് പുണ്യമാസം. ഈ രാമായണ മാസം രാമൻ തന്നെ ബലിയിട്ട മാസം കൂടാണ്. അതാ വനത്തിൽ വെച്ച് കിട്ടിയ വസ്തുക്കളിട്ടാണ് ബലി തൻ്റെ പിതാവിന് വേണ്ടി. അപ്പം രാമന് അവതാരമാണെന്നറിയാം, അവതാരപുരുഷനാണ്. പൂർണ്ണമായി മനുഷ്യ അവസ്ഥയിൽ ഈശ്വരൻ അവതരിച്ച അവതാരമാണ് രാമൻ. അപ്പം മനുഷ്യ സുഖങ്ങളും ദുഃഖങ്ങളും അതിൽ നിറഞ്ഞിരിക്കുന്ന അവസ്ഥകളും അനുഭവിച്ച് അവതാരം പൂർത്തീകരിച്ച ഒരു ഈശ്വരവേദിയാണ് ശ്രീരാമൻ. അപ്പം അതും ഈ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി കർക്കിടക ബലി നമുക്ക് സ്വയം ചെയ്യാവുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും, സ്ഥല സൗകര്യങ്ങൾ കുറഞ്ഞവർക്കും, ഭവനങ്ങളിൽ താമസിക്കുന്നവർക്കും ഒക്കെ ചെയ്യാം. സ്വയമായിട്ട് ബലി ചെയ്യാം. ആ വിധികളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ന് ബലി വരുന്നു അതിൻ്റെ തലേ ദിവസം, അല്ലെങ്കിൽ ബലിതർപ്പണം എന്ന് ചെയ്യുന്നു അതിൻ്റെ തലേ ദിവസം, നമ്മൾ നൊയമ്പെടുക്കണം. ആ നൊയമ്പെന്ന് പറയുന്നത് 5 അവസ്ഥയിലെടുക്കണം. ആ 5 അവസ്ഥ: 1, സംഭാഷണമാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. 2, ജപമാണ്, പ്രാർത്ഥന. അത് വിഷ്ണുവിനെയും പിതൃക്കളെയും മറ്റ് ദേവാംശങ്ങളെയെല്ലാം പ്രാർത്ഥിക്കുക. 3, ഭക്ഷണശുദ്ധിയാണ്. ഭക്ഷണശുദ്ധി, മത്സ്യ മാംസാദികൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. 4, ബ്രഹ്മചര്യം അല്ലെങ്കിൽ ശരീരശുദ്ധി. 5, സ്നാനം അല്ലെങ്കിൽ കുളി. ഇത് 5 കൂടെ കൂടുന്ന വ്രതം എടുത്ത് ഒരിക്കൽ അരിയാഹാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അരി ഭക്ഷണം ഒരു നേരം കഴിക്കുക, അല്ലെങ്കിൽ ചോറ് ഒരു നേരം കഴിക്കുക, ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതല്ല. ഒരു നേരമേ
കഴിക്കാവൂ. അത് അരിയാണെങ്കിൽ അരി, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, ഇനി മറ്റോ ദോശയോ അതുപോലുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളോ അത് ഒരു നേരമേ കഴിക്കാവൂ. ഉപവാസം ബാക്കിയുള്ള സമയങ്ങളിൽ. അതാണ് യഥാർത്ഥത്തിൽ ഒരിക്കൽ എന്ന് പറയുന്നത്. അപ്പം ചിലർ ഒരു നേരം അരിയാഹാരം കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ചപ്പാത്തി അല്ലെങ്കിൽ പൂരി, അതിന് ചേരുന്ന കറികൾ, ഇതൊക്കെ കഴിച്ചാൽ ഒരിക്കലാവുകയില്ല. അപ്പോൾ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരമേ ഭക്ഷണം കഴിക്കുക. അത് മനസ്സും ശരീരവും ശുദ്ധിയാക്കാനാണ് ഈ ഒരു നേരം ഭക്ഷണം. വായുക്കൾ കോപിക്കാതിരിക്കാൻ, ഇതൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ. വൈരമുണ്ടാകാതിരിക്കുക. അപ്പോൾ ഇപ്പോഴും നമുക്ക് വൈരമുണ്ടാകാത്ത ഒരവസ്ഥ വന്നെങ്കിൽ ഈശ്വരനിലേക്ക് കിടക്കാനൊക്കും. ശരീരത്തിന് മറ്റു ദുരിതങ്ങൾ കുറയും ഒരു നേരം ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം വാവിൻ്റെ അന്ന് അല്ലെങ്കിൽ ബലി തർപ്പണത്തിൻ്റെ അന്ന് നമ്മൾ എണ്ണ വയ്ക്കാതെ കുളിക്കുക. അത് കുളിക്കാൻ കുളവും അല്ലെങ്കിൽ ആറും ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റൊക്കെ താമസിക്കുന്ന ഒരു കുളവും ആറൊന്നും കാണില്ല. അപ്പോൾ അവിടെ എന്താണ് സൗകര്യം അതനുസരിച്ച് നമ്മൾ എണ്ണ വയ്ക്കാതെ കുളിക്കുക. ആറും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ മുങ്ങി കുളിക്കുക. എന്നിട്ട് ഈറനുടുത്ത്, അതായത് ആ വസ്ത്രം എന്താണ്, തോർത്താണെങ്കിൽ തോർത്ത് എന്താണോ ഉടുക്കുന്നത് അത് ഈർന്നായിരിക്കണം, പുതിയതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉടുത്ത് കയറി വരിക എന്ന്, തോർത്തരുത് എന്ന്. അല്ലെങ്കിൽ ഇനി ഇപ്പം പ്രായമായ ആൾക്കാർ, മറ്റു രോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് വേറെ വസ്ത്രം മാറാതെ നിർത്തിയില്ലല്ലോ. തണുപ്പൊക്കെ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലൊന്നും വലിയ കോപങ്ങളൊന്നും വരത്തില്ല. എങ്കിലും അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ അവസ്ഥയുള്ള ആൾക്കാർ വേറൊരു വസ്ത്രം എടുത്ത് കൊടുക്കാം, നനയാത്ത വസ്ത്രം എടുത്ത് കൊടുക്കാം. തല ഉച്ചിയൊക്കെ നോക്കി ജല ദോഷമെന്നോ മറ്റോ അല്ലെങ്കിൽ ജല നീർക്കെട്ടുകളോ ഉണ്ടാകാതിരിക്കും. എങ്കിലും മനസ്സവിടെ ശുദ്ധിയായിരിക്കണം. കയറി വന്ന് നമുക്ക് ബലിക്കുള്ള പൂജാ സാധനങ്ങൾ ഒരുപാടൊന്നുമില്ല. പുഷ്പം, അത് ചെറുള എന്ന് പറയുന്നൊരു പുഷ്പമുണ്ട്, ചെറുള. ആ ചെറുള ആണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ ചെറുള എല്ലായിടത്തും കിട്ടാനുണ്ട്. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ചെറുള എടുത്ത് ഇവിടെ കിട്ടും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, തുളസി ഇല കിട്ടും, തുളസി ഇലയും ചെത്തിപ്പൂവ് ഇങ്ങനെയുള്ള ഞങ്ങൾ എടുക്കാം. ചെറുള ഉണ്ടെങ്കിൽ അത് ചെറുള അരിയാണ്, ചെറുതായിട്ട് അരിഞ്ഞ് കുട്ടി കിട്ടും. ചെറുളയാണ്. തുളസിയിലൊക്കെ ആണെങ്കിൽ അത് അടത്തി ചെത്തിപ്പൂവ് നാളങ്ങളെ നടത്തി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്യാവശ്യമുള്ള പൂക്കൾ നമ്മളൊരു ഇലയ്ക്കകത്തോ പാത്രത്തിനകത്തോ അത് സൗകര്യം പോലെ ചെയ്തു. എള്ളു മേടിക്കണം. എള്ളൊരു പ്രാധാന്യമാണ്. അപ്പോൾ ഒരു എള്ളും ഒരു പാത്രത്തിൽ മാറ്റി. പിന്നെ ചന്ദനം, അതും കലക്കി അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളത്തിൽ കലക്കി അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ദർഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രൂശപ്പുല്ലെന്ന് പറയും, അതും മാറ്റി വയ്ക്കുക. ഇതെല്ലാം ഇലയ്ക്കകത്തോ അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളിൽ നിലത്ത് വെക്കുന്നു. അപ്പം എള്ളായി, പുഷ്പങ്ങളായി, ചന്ദനമായി, ദർഭയായി. ഇനി നമ്മൾ ഒരു ഉരുളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ, സ്റ്റൗവിലെങ്കിൽ സ്റ്റൗ, വിറക് കത്തിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അത് സ്വയം തന്നെ അവർ ബലിയിടുന്നു, പ്രധാന ബലിയിടുന്നു. അവർ തന്നെ സ്വയം ഈ ഉണക്കലരി മേടിച്ച് അത് ഒരു ഉരുളിക്കകത്ത് കഴുകി വൃത്തിയാക്കി ഒരു ഉരുളിക്കകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിക്കുക. വേവിച്ച ശേഷം ഇത് ഊറ്റണം, വെള്ളം ഊറ്റിക്കളയണം. ബലിക്ക് വെള്ളം ഊറ്റിക്കളയണം. മറിച്ച് ദേവന് കൊടുക്കുവാണെങ്കിൽ, നമ്മൾക്ക് നേദ്യമായി ദേവന് കൊടുക്കുവാണെങ്കിൽ ഇത് വറ്റിക്കുകയാണ്. പിതൃക്കൾക്ക് അത് ഊറ്റിക്കളഞ്ഞ് ചോറ് ആക്കി അതും മൂടി മാറ്റി വയ്ക്കും. ഇനിയും ഒരു നിലവിളക്ക്, അത് 5 തിരിയിടാം, ഭദ്രദീപം കൊളുത്താം, 3 തിരിയിടാം, 2 തിരിയിടാം.
ഇത് ഏത് വിധത്തിൽ വേണം ചെയ്യാം. 5 തിരി സർവ്വസാധാരണമായിട്ടില്ല, ഭദ്രദൈവം എന്ന് പറയും. ഇല്ലെങ്കിൽ 2 തിരി ഇടാം, ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടുമായിട്ടിടുക. പക്ഷേ ഈ വിളക്ക് ഈ നാക്കില അല്ലെങ്കിൽ തൂശനില അതിങ്ങനെ കട്ട് ചെയ്യും സാധാരണ. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ ഇല. ഇനി ഇല കെട്ടാൻ സൗകര്യമില്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാധനം, ഇല കിട്ടാൻ സൗകര്യമില്ലാത്തവർ അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ ആ തെക്കു ഭാഗത്ത് എവിടെ ഫ്ലാറ്റിലാണെങ്കിലും കൊള്ളാം, അവനവൻ്റെ ഭവനത്തിലാണെങ്കിലും കൊള്ളാം, അത് മുറിയിലാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ മുറ്റത്താണെങ്കിലും കൊള്ളാം, അതിൻ്റെ തെക്കു ഭാഗം തെക്ക് ദിക്ക് നോക്കി ഈ ഇലയുടെ പുറത്ത് അല്ലെങ്കിൽ നാക്കിലയുടെ പുറത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പാത്രം, ഇനി വിലയൊന്നും കിട്ടാത്തവരാണെങ്കിൽ വിളക്ക് പാത്രത്തിൽ വെക്കും. അപ്പോൾ അല്ല കിണ്ണത്തിൽ വയ്ക്കുക, അങ്ങനെ ചെയ്ത് അപ്പോൾ അങ്ങനെ തെക്കു ഭാഗം നോക്കി ഈ വിളക്ക് വെച്ച് കഴിഞ്ഞ് ഈ എണ്ണയോ നെയ്യോ അതിൻ്റെ ഉചിതം പോലെ ഈ വിളക്കിൻ്റെ കൂമ്പ് വഴി ഒഴിക്കണം. കൂമ്പി ഒഴിച്ചിട്ട് ഞാൻ മേൽപ്പറഞ്ഞതുപോലെ 2 തിരിയാണെങ്കിൽ ഒന്ന് തെക്കോട്ട് ഒന്ന് വടക്കോട്ട്. 5 തിരിയാണെങ്കിൽ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും വടക്ക് കിഴക്കും ഈശാന സ്ഥാനത്തും അങ്ങനെ തിരി എണ്ണ ഒഴിച്ച ശേഷമേ തിരിയിടാവൂ. തിരിയിട്ട് എണ്ണ ഒഴിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കൂമ്പ് വഴി, അതിനാ കൂമ്പ് തന്നിരിക്കുന്നത് പ്ലഗിൽ. അപ്പോൾ ആ കൂമ്പ് വഴി ഇങ്ങനെ എണ്ണ ഒഴിച്ച് ശേഷം തിരി 5 തിരിയാണ് 5 തിരി, 2 തിരിയാണ് 2 തിരി, അത് മുത്തം പോലെ ഇട്ടവിടെ വെച്ച ശേഷം ഈ വെന്ത അല്ലെങ്കിൽ വേവിച്ച ചോറ് അത് പിതൃക്കൾക്ക് കൊടുക്കാനുള്ള അതെടുത്ത് നമ്മുടെ സമീപത്ത് ഈ ഇരിക്കുന്നതിന് സമീപത്ത് കൊടുക്കുക. ഇനി ഇരിക്കുന്നതിന് പ്രത്യേകത ഇടത് മുട്ട്, നമ്മൾ തെക്കോട്ടിരിക്കുമ്പം നമ്മുടെ ഇടത് മുട്ട് കുത്തിയിരിക്കണം, വലത് കാല് പൊങ്ങിയിരിക്കണം. അങ്ങനെയാണ് വീടാൻ. അപ്പം ഈ മുട്ടുകുത്തി നിലത്തിരിക്കാൻ അസൗകര്യമുള്ള ആൾക്കാർക്ക് ചില മുട്ട് വേണം, നടുവേദന അല്ലെങ്കിൽ കുട്ടികളുള്ള ആൾക്കാർ വല്ല പേപ്പറോ ടർക്കിയോ മറ്റെന്തെങ്കിലും തുണിയോ ഒക്കെ മടക്കി വെച്ച് മുട്ടുകുത്തിയിരിക്കുക, വേദനിക്കുക. അങ്ങനെ മുട്ടുകുത്തി തെക്കോട്ടിരുന്നാണ് കർമ്മം ചെയ്യേണ്ടത്. അപ്പം വേവിച്ച ഈ ചോറ് വേറൊരു നാക്കിലെടുത്ത് വിളക്കിൻ്റെ മുന്നിൽ ആ നാക്കില വെച്ച് അതിലേക്ക് ദർഭ എന്ന് പറയുന്ന വസ്തുവുണ്ട്, ആ അല്ല പൂശപ്പുല്ല്, ആ പുല്ല് ഒരു 2 കട 2 ക്രൂശവും മൊത്തം 5 അല്ലെങ്കിൽ 3 എങ്ങനെയാണോ. അപ്പം 2 ക്രൂശമാകുമ്പോൾ 3 കട, അപ്പം 5 ആയി. അപ്പോൾ ഒറ്റ സംഖ്യയിൽ വേണം. അത് ഇതിൽ നിരത്തി അങ്ങ് വയ്ക്കുക, അവർക്ക് പവിത്രമാകാനാണ്. ശേഷം കിണ്ടിയിലൊരു കുറച്ച് വെള്ളം, കിണ്ടി ഇല്ലാത്തൊരു മൊന്തയില്ലാത്തവർ വേറെ എന്തെങ്കിലും പാത്രങ്ങൾ ശുദ്ധജലമായിരിക്കും, അതെടുത്ത് അതും നമ്മുടെ ഫ്രണ്ടിൽ വയ്ക്കുക. അതൊരു ഇലയിൽ വെക്കാമെങ്കിൽ ഏറ്റവും നല്ല കാലത്ത് വയ്ക്കാറ്, അതില്ലെങ്കിൽ അത് അവിടെ തന്നെ ശുദ്ധമായ സ്ഥലത്ത് വയ്ക്കുക. വെച്ച് സമീപത്ത് നമ്മുടെ കൈ പാങ്ങിന് അടുത്ത് വയ്ക്കുക. വെച്ചിട്ട് ഈ കിണ്ടിയിലെ വെള്ളം നിറച്ച് അതിലേക്ക് നമ്മൾ ചന്ദനവും പൂവും കൂട്ടി ഇതിലേക്ക് തുളസിയിലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂവ് കൂട്ടി ഇതിലേക്ക് ഇടുക. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുപുളയാണെങ്കിൽ അതിലിടരുത്, തുളസിയിലയാണ് നല്ലത്. തുളസിയിലയും മറ്റു ചെത്തിയോ എല്ലാം കൂട്ടി ഇട്ട് നമ്മുടെ കൈ മീനിൻ്റെ ആകൃതി ഇങ്ങനെ ചെയ്ത് മന്ത്രങ്ങൾ ചൊല്ലണ്ട. അപ്പോൾ നമ്മളിത് ഗംഗാതീർത്ഥമാക്കുക. ഈ ഗംഗാതീർത്ഥമാക്കുന്നതിന് മന്ത്രങ്ങൾ അറിയാൻ മേലാത്ത മന്ത്രങ്ങൾ ചൊല്ലണം. അപ്പം നമ്മുടെ ഗംഗ തൊട്ട് നദികൾ, ഗംഗേ ചൈവേ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി, ഈ നദികൾ ഈ ജലത്തിലേക്ക് വരട്ടെ എന്ന്
മനസ്സുകൊണ്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കുക. മനസ്സാണത് അർപ്പണം ചെയ്യുമ്പോൾ അത് വരും. അല്ലെങ്കിൽ ഗംഗേച്ച ജൈവ ഗോദാവരി സസ്യനർമ്മസിൻ്റെ ജലസ്മിൻ ശരീരം സ്വഹ എന്ന മന്ത്രം കുറിച്ച് അറിയാവുന്നവർ അങ്ങനെ ചെയ്ത് ശുദ്ധമാക്കുക. ഈ വെള്ളം ഗംഗാതീർത്ഥമാക്കി, ഒരു പുണ്യതീർത്ഥമാക്കി, നമ്മുടെ ആത്മാവ് കൊടുത്ത് പുണ്യതീർത്ഥമാക്കി അവരെ ഇവിടെ ഈ വിളക്കിലേക്ക് അല്ലെങ്കിൽ കിണ്ടിയിലേക്ക് വരുത്തി. അതിനുശേഷം ഈ വെള്ളം ഒരു 3 പ്രാവശ്യം ഇങ്ങനെ കിണ്ടിയാണെങ്കിൽ അതിൻ്റെ വായിലേക്ക് ഒഴിച്ച് ഇങ്ങോട്ട് ഇതിൻ്റെ അകത്ത് തന്നെ 3 പ്രാവശ്യം ഒഴിക്കണം. അപ്പോൾ അത് ഗംഗാതീർത്ഥമായി. ഇനി ഈ ഗംഗാതീർത്ഥവും ചന്ദനവും പൂവും എടുത്ത് ആദി ഗം ഗണപതേ നമ അല്ലെങ്കിൽ ഗണപതിയെ കൊടുക്കണം. അതിങ്ങനെ കൊടുക്കണം കൈ. പിന്നെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു, വിഷ്ണുവിനെ ലയിപ്പിക്കുന്നു. അതിനുശേഷം പിതൃക്കളെയാണ് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അപ്പോൾ അവരെ ഇങ്ങനെ പ്രാർത്ഥന, ദേവന്മാരെ ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ ആദ്യം ഗണപതിയാണ്, ആ വിളക്കിലേക്ക് ഗണപതിയുടെ സാന്നിധ്യം വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സൂര്യമണ്ഡലത്തിൽ നിന്ന് ഗണപതിയെ നമ്മൾ ആ വിളക്കിലേക്ക് ആവാഹിക്കുക, മനസ്സുകൊണ്ട് ആവാഹിക്കുന്നത്. ഗണപതി മന്ത്രങ്ങളിൽ ചോദിക്കാൻ പറ്റില്ല, കം ഗണപതിയെന്ന് ചോദിക്കാം, അറിയാവുന്നത്. അപ്പോൾ അങ്ങനെ ആ വിളക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഈ പൂവ് നമ്മൾ ഈ നെല്ലും അരിയും കൂടെ ചേർക്കാമെങ്കിൽ ഏറ്റവും നല്ലത് അക്ഷതം. അപ്പോൾ ഈ പൂവും ചന്ദനവും നെല്ലും അരിയും വെള്ളവും കൂടെ ചേർത്തത് നമ്മൾ ആത്മസമർപ്പണം ചെയ്ത് അല്ലെ വിളിച്ച് ഗണപതി ഭഗവാനെ വിളിച്ച് ആ വിളക്കിലേക്ക് ചൂടിലേക്ക് നമ്മൾ ഇടുക, ആ ഇല ഉച്ച വിളക്കിൽ. അപ്പം ഗണപതി അവിടെ സാന്നിധ്യം. അടുത്തത് വിഷ്ണുവാണ്, ഭഗവാനെ ഈ മേൽ പറഞ്ഞതുപോലെ ചന്ദ്രവും വെള്ളവും ദീർഘവും കൂടെ കൂട്ടിയ, അല്ലെ പൂവും അരിയും നെല്ലും കൂടെ കൂട്ടിയ, അക്ഷരവും കൂടെ കൂട്ടിയ ഈ പൂവ് വീണ്ടും പ്രാർത്ഥിച്ച് വിളക്കിലേക്ക്. അപ്പം വൈഷ്ണവ് അവിടെ പോകും. ഇനി പിതൃക്കളാണ്, പിതൃക്കൾ വരണം, അവരുടെ പിതൃലോകത്തു നിന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ ആ പിതൃക്കളെ മേൽപ്പറഞ്ഞതുപോലെ ഈ ചന്ദനവും വെള്ളവും അക്ഷതവും പൂവും എല്ലാം കൂടെ കൂട്ടി എടുത്ത്, എല്ലാവരും കൂട്ടിയെടുത്ത് ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കണം. ആ പിതൃക്കൾ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഇപ്പം അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോലും അവർക്ക് ബലിയിടാവുന്നതാണ്. അപ്പം എൻ്റെ പിതൃക്കൾ, മൂലപ്പിതൃക്കളും ജ്ഞാനാജ്ഞാനമായ പിതൃക്കളും ആ പിതൃലോകത്തു നിന്നും അവർ ഈ സാന്നിധ്യത്തിലേക്ക് അല്ലെങ്കിൽ വിളക്കിലേക്ക് അവർ വരികയും ഞാൻ ചെയ്യുന്ന ഈ ശ്രാദ്ധക്രിയ, ശ്രദ്ധയോട് ചെയ്യുന്ന ക്രിയ പങ്കെടുത്ത് ഞങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ആ പൂവിൻ്റെ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. അത്രയായിട്ട് ആ വിളക്കിലേക്ക് ഈ ദേവാംശവും അതിനുശേഷം നമ്മൾ ഈ ഗർഭ തിരിച്ച ഇല കണ്ടിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചന്ദനവും പൂവും വെള്ളവും നെല്ലും അരിയും ഉണ്ടെങ്കിൽ അത് അക്ഷരം എന്ന് പറയും, അതും ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കുക, അതും കൂടെ വെച്ച് ഇങ്ങനെ ആത്മസമർപ്പണം ചെയ്ത് പിതൃക്കളെ പ്രാർത്ഥിച്ച് പിതൃക്കളുടെ സാന്നിധ്യം എല്ലാം പ്രാർത്ഥിച്ച് ദേവാംശത്തെയും പ്രാർത്ഥിച്ച് ഇങ്ങനെ ആ ഇലയിലോട്ട് ഏതെങ്കിലും ഒരു വശത്ത് എന്തെങ്കിലും ഒരു വശത്ത് പൂ വരപ്പിക്കും. അതിനുശേഷം നമ്മൾ ഈ പൂവിലേക്ക് വെള്ളം ഗംഗാതീർത്ഥവും അതിങ്ങനെ കയ്യിലെടുക്കണം. കയ്യിലെടുത്തിട്ട് ഈ ചൂണ്ടുവിരൽ കൂട്ടി ഇങ്ങനെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അല്ലാതെ വെള്ളം ഇങ്ങനെ അതിങ്ങനെ എടുത്ത് ഇങ്ങനെ 3 പ്രാവശ്യം ആ പൂവിലേക്ക് വീഴും. ശേഷം അപ്പോൾ ആ പൂവിലേക്ക് നമ്മൾ ഇവരെയെല്ലാം അർപ്പിച്ച് മനസ്സർപ്പിച്ച് ആ ഇലയിലേക്ക് ഇനി ഈ വേവിച്ച് വെക്കുന്ന ഹവിസ് അല്ലെങ്കിൽ പിണ്ടം കൊടുക്കാനുള്ള ആ ചോറ് അത് ഒരു ഉരുള ഉരുട്ടി എള്ളുണ്ട്, എള്ളും പൂവും അത് പിന്നീട് ഉരുള ഉരുട്ടി
അതിൻ്റെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഈ പൂവിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ വെച്ച ശേഷം കൈയൊന്ന് കഴുകുന്ന നല്ലതാണ്. വേറെ വെള്ളം വെച്ചേക്കണം. കൈ കഴുകി വീണ്ടും കിണ്ടിയിലെ വെള്ളം ഗംഗാതീരത്തെ വിട്ട് അത് പൂവും എള്ളും പൂവും കൂട്ടി ഈ ഗംഗാതീരത്ത് ഒഴിക്കുക. അതിൻ്റെ ഇങ്ങനെ ഈ പിണ്ടത്തിലേക്ക് 3 പ്രാവശ്യം ഇങ്ങനെയാണ് കളിക്കുന്നത്. ഈ ചൂണ്ടുവിരൽ കൂടി അങ്ങനെ കളിക്കും. അപ്പോൾ ആ പിണ്ടം ഇനിയും പുറകെ മറ്റുള്ള ആൾക്കാർ നമ്മൾ പിണ്ടം കൊടുക്കാനുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ പുറകെ ചെറിയ പിണ്ടങ്ങൾ, അതിന് ചെറിയ പിണ്ടങ്ങൾ സ്ത്രീകൾക്കും ചെയ്യും. സ്ത്രീകൾക്ക് കിഴക്കോട്ടിരുന്ന് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കിഴക്കോട്ട് ഇരിക്കാം, സർവ്വസാധാരണ തെക്കോട്ടിരുന്ന് ചെയ്യുന്നതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കിഴക്കോട്ട് മാത്രമേ സ്ത്രീകൾക്ക് ചെയ്യൂ. പക്ഷേ ഒരു കാര്യം ആർത്തവമുള്ള സമയങ്ങൾ അല്ലെങ്കിൽ മെൻസസ്സുള്ള സമയങ്ങളിൽ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. ഇനി ഈ പിണ്ടത്തിൻ്റെ ഈ നമ്മൾ വേവിച്ച ചോറിൻ്റെ ഒരു പകുതി ഭാഗമേ ഈ പിതൃക്കൾക്ക് വെക്കാവും. പരിഭാഗം ആ ഉള്ളിക്കകത്ത് വെച്ചേക്കണം. ഇതെല്ലാം ചെയ്ത് ഇതുപോലെ എള്ളും എല്ലാം കൂടിയ ശേഷം പ്രാർത്ഥിച്ച് ഈ പിണ്ടം ഇലയോടുകൂടി എടുത്ത് ഇടത്തോട്ട് പോകണം. നമ്മളിപ്പോൾ തെക്കോട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഇടത്ത് ഭാഗമില്ല, ഇതിലേ ഇങ്ങനെ പോയി തെക്ക് ഭാഗത്ത് വെച്ച് വെള്ളം കയ്യിലെടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതല്ല, കൈ കൊട്ടി ഇതിലേക്ക് സമർപ്പിച്ച് കാക്കയ്ക്ക് കൊടുക്കുക. മൃഗാദികൾ പക്ഷികൾക്കെല്ലാം കൊടുക്കാം. ഇതിനി അതിന് സൗകര്യമില്ലെങ്കിൽ ഇത് വെള്ളത്തിൽ നിബഞ്ജനം ചെയ്യാം, ഒഴുക്കാം. ഇനി ആറും തോടും ഒക്കെ ഉള്ള പരിസരമാണെങ്കിൽ അവർ ഇത് വെള്ളത്തിലേക്ക് ഈ പിണ്ടം വീണ്ടും ഒന്നുകൂടെ മുങ്ങിക്കുളിച്ച് കയറി വന്ന ശേഷം ഈ പകുതിയിരിക്കുന്ന ചോറ് അത് വീട്ടിലുള്ളവരെല്ലാം കഴിക്കണമെന്നാണ്, അവർക്ക് കഴിക്കാവുന്ന. അതിനായി പകുതി ഇത് കഴിഞ്ഞ ശേഷം അപ്പം ബലിതർപ്പണം കഴിഞ്ഞു പൂർണ്ണമായിട്ട് നമുക്ക് സ്വയം ചെയ്യാവുന്ന ബലിതർപ്പണങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ചില ആചാരങ്ങളായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ചിലത് സൗകര്യം കാണത്തില്ല. സദ്യ ഒരുക്കും. അത് പിതൃക്കൾക്ക് ഇതുപോലെ 5 തിരിയിട്ട് വെക്കുക. 5 തിരിയിട്ടാണ് സാധാരണ വെക്കുന്നത്. ഇട്ട് വിളക്ക് കത്തിച്ച് ഒരു തൂശനില അല്ലെങ്കിൽ നാക്കില ഇട്ട് അതിൽ അവർക്ക് വിളമ്പും. ആദ്യം എല്ലാ സാധനവും പപ്പടം, പഴം, പായസം എല്ലാം എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് അത് വിളമ്പും. ഉപ്പും പഞ്ചസാരയും തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു അടയും കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അട പുഴുങ്ങും. സാധാരണ അതിൻ്റെ തലേദിവസം രാത്രി അട പുഴുങ്ങെന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. അത് മധുരമൊക്കെ വെച്ചാൽ നമുക്ക് കഴിക്കാൻ. അപ്പം ഇവർക്ക് മധുരമോ ഉപ്പോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ചേർക്കാത്ത ഒരട സമർപ്പിക്കാം. അത് വേറെ ഇലയിൽ ഇരിക്കുക. പിന്നെ ഈ സദ്യയും വിളമ്പി അവർക്ക് ഭോജനം അവർ കഴിച്ച ശേഷമാണ് നമ്മൾ സദ്യ കഴിക്കുക. ഈ മാറ്റിവെച്ച പിണ്ടം നമ്മൾ അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ അതിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ പിതൃക്കളെ ദുർലോകത്തും നമ്മളിലേക്ക് വരുത്തുകയും അവരിൽ അടങ്ങിയിരിക്കുന്ന ദേവാംശം അല്ലെങ്കിൽ ധർമ്മദൈവം അല്ലെങ്കിൽ പരദേവത അല്ലെങ്കിൽ അവരുടെ ഉപാസനാ ദേവത അതിൻ്റെ ഗുണഗണങ്ങളും അവർക്ക് സ്വർഗലോകത്തിലേക്ക് അല്ലെങ്കിൽ വൈഷ്ണവ പാദങ്ങളിലേക്ക് വൈഷ്ണവത്തിൽ ലയിക്കാൻ ഉള്ള ആ ഒരു സാത്വിക അവസ്ഥയും നമ്മൾ ഉണ്ടാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവനുള്ള കാലമുള്ള ജീവിതത്തിൽ ശ്രേയസ്സും ഐശ്വര്യവും നമ്മുടെ കുട്ടികൾക്കും നമുക്കും ഉണ്ടാകാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ പിതൃക്കളെ നമ്മൾ ഓർമ്മിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യം എനിക്ക് പറയാം. ജീവിച്ചിരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാതെ
ബലികർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് യാതൊരു. അപ്പം അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്നതും അവരെ വേദനിപ്പിക്കാതെ നമുക്ക് പറ്റുന്നത് അവർ ചെയ്യുക. ഇപ്പോൾ കാണുന്നതെല്ലാം വിദേശത്തുമൊക്കെ ജോലിയുള്ളവർ ഗവൺമെൻറ് കൊണ്ട് അനാഥാലയത്തിലാകും, അല്ലെങ്കിൽ ഡേ കെയറിലാകും, അതല്ല എങ്കിൽ ഈ വൃദ്ധസദനത്തിലാകും. അപ്പോൾ അവരവിടെ ആ ഒരു സൗകര്യം ജീവിച്ച് ഉള്ള ജീവിതമാണ് അവരുടെ മക്കളുടെ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്ത് വെച്ച് അവർ മരിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ബലിയിട്ടത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളവരെ പരമാവധി വേദനിപ്പിക്കാതിരിക്കുക. ശേഷം നമ്മളിങ്ങനെയുള്ള ഈ ബലിതർപ്പണവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനഃശാന്തി ഉണ്ടാകും. മനസ്സിന് ഉള്ള ശാന്തി, അത് നമുക്കും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനഃശാന്തി വേണം. നമുക്ക് ആരോഗ്യമുള്ള സ്ഥലത്ത് മനഃശാന്തി ഇല്ലെങ്കിലും നമുക്ക് നേടാം എന്നൊരു ധാരണ. നമുക്ക് പ്രായമായി, നമുക്കും വയ്യാതെ കിടക്കുന്നു. ആ ഒരു ശ്രേയസ് നമുക്ക് കൂടുതൽ ഉണ്ടാകാനും കൂടിയാണെന്ന് ചിന്തിക്കുക. ശേഷം നമ്മളിങ്ങനെയുള്ള ഈ ബലിതർപ്പണവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനഃശാന്തി ഉണ്ടാകും. മനസ്സിന് ഉള്ള ശാന്തി, അത് നമുക്കും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനഃശാന്തി വേണം. നമുക്ക് ആരോഗ്യമുള്ള സ്ഥലത്ത് മനഃശാന്തി ഇല്ലെങ്കിലും നമുക്ക് നേടാം എന്നൊരു ധാരണ. നമുക്ക് പ്രായമായി, നമുക്കും വയ്യാതെ കിടക്കുന്നു. ആ ഒരു ശ്രേയസ് നമുക്ക് കൂടുതൽ ഉണ്ടാകാനും കൂടിയാണെന്ന് ചിന്തിക്കുക. തിരുമേനി എന്ന മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. തിരുമേനി ഈ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ബലിതർപ്പണവും ബലിധർമാദികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും പണ്ട് കാലങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലാണ് ഞങ്ങൾ കാണുകയുണ്ടായി. കഴിഞ്ഞ കർക്കിടക ബാഹുബലിയൊക്കെ ഉണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടെ ബാഹുബലി ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ലഭ്യമാണെന്ന് പറയും. എന്നാൽ ഇതേതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ട് ബലിയിടുന്നതെന്നും അതിനകത്ത് എവിടെയൊക്കെ ചെയ്താലാണ് അതിന് യഥാർത്ഥ ഫലം കിട്ടുന്നതെന്ന് പറയാമോ? ശരിയായ ഇതിൽ ക്ഷേത്രങ്ങളിൽ ബലിയിടണമെങ്കിൽ വൈഷ്ണവത്തിലാണ് ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. വൈഷ്ണവ ക്ഷേത്രം, അതായത് കൃഷ്ണൻ, വിഷ്ണു, ശ്രീരാമൻ, ലക്ഷ്മണൻ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലാണ് ശരിയായി ചെയ്യുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ശൈവകുലവും മരണശേഷം നമ്മൾ വൈഷ്ണവകുലവുമാണ്. അത് വിഷ്ണുവിലേക്കാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ശിവൻ. അപ്പം എല്ലാ ക്ഷേത്രങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം അത് കുഴപ്പമില്ല. പക്ഷേ എല്ലായിടത്തും വൈഷ്ണവ മന്ത്രങ്ങളാണ്. വൈഷ്ണവ മന്ത്രങ്ങളും പിന്നെ സായുജ്യ മന്ത്രങ്ങളും ഗീതാ പുഷ്ടുപ്പ് ഇതുപോലുള്ള മന്ത്രകൾ കൊണ്ടും യാതവേദ മന്ത്രങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ കൊണ്ടും പിതൃമന്ത്രങ്ങളും ഒക്കെ ചെയ്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ആചാര്യന്മാർ അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ക്ഷേത്രം പ്രധാനമായിട്ടുള്ളതാണ്. 3-4 ക്ഷേത്രം നമുക്ക് പറയാം. ഒന്ന് തിരുവനന്തപുരത്തെ പരശുരാമ ക്ഷേത്രം, 2 ചേലാമറ്റം അല്ലെങ്കിൽ പെരുമ്പാവൂരുള്ള വൈഷ്ണവ ക്ഷേത്രം, 3 നമ്മുടെ കോട്ടയം ജില്ലയിൽ ഉള്ള ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം വെന്നിമല, 4 പാപനാശി വർക്കല പാപനാശി, അതും വൈഷ്ണവമാണ്. അപ്പം പിന്നെ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ പലയിടത്തുമുണ്ട്. കൊല്ലത്തുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ആലുവ, മണപ്പുറം, അതായത് ശിവക്ഷേത്രം, ആലുവ മണപ്പുറത്ത് ബലി തർപ്പണം കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരു കുറേ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട്. എവിടെ ചെയ്താലും വൈഷ്ണവമാണ്. വൈഷ്ണവത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ഉദ്ദേശം. എന്ന് വെച്ചാൽ പൈശാചിക ഭാവത്തെ സ്വാത്വികമാക്കി വിഷ്ണുവിൻ്റെ പാതാര വൃന്ദങ്ങളിലേക്ക് പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ ഉള്ള ഒരു പ്രവണതയാണിത്. അതുമൂലം നമുക്ക് ശ്രേയസ് വരിക. ഇതാണ് ഇതിൻ്റെ തത്വം. തിരുമേനിക്ക് എന്താ ലാസ്റ്റ് എല്ലാവർക്കും
ഇനിയും തിരുമേനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ബുധനും ശനിയും ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ ഓഫീസിൽ ഞാൻ ഇരിക്കും. ബുധനും ശനിയും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ നേരത്തെ പറയാം, ജീവിച്ചിരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കുക, അതിനുശേഷം നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേദന ഉളവാക്കിയാൽ അത് തലമുറകൾ നിലനിൽക്കും ശാപതാപമായിട്ട്. അത് ആരെയും വേദനിപ്പിക്കാതിരിക്കും. ഉപകാരം ചെയ്യാൻ മനുഷ്യന് സാധിക്കത്തില്ല, ഉപദ്രവം ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംഭാഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അവിടാണ് ഈശ്വരീയതയും പ്രധാനമായിട്ട്. നമ്മൾ സംഭാഷണമാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ എവിടെ ക്ഷേത്രത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും നമുക്ക് ഈശ്വരീയതയിൽ കിട്ടും. അപ്പോൾ 1-ാം സ്ഥാനം സംഭാഷണം, 2 ജപം, പ്രാർത്ഥന. ഒന്നും ഇച്ഛിക്കാതെ പ്രാർത്ഥിക്കണം. ഇച്ഛിച്ചു പ്രാർത്ഥിച്ചാൽ ഫലമില്ല. എനിക്ക് ലോട്ടറി അടിക്കണേ എന്നും പറഞ്ഞു പോയി അമ്പലത്തിലോ പള്ളിയിലോ പോയിരുന്ന് പ്രാർത്ഥിച്ച ഈശ്വരൻ കേൾക്കൊള്ളുകയാണ്. കാരണം സ്വാർത്ഥതയാണ്. അപ്പം നമുക്ക് ചുമ്മാ ജപിച്ചോളുക, അതറിയാവുന്ന രീതിയിൽ ജപിക്കുക. അതിങ്ങനെ ലക്ഷങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് വരട്ടെ. അപ്പോൾ നമുക്ക് സിദ്ധി അല്ലെങ്കിൽ ആ ഈശ്വര ചൈതന്യം